പ്രിയമുള്ളവരെ, നമ്മൾ രാവിലെ ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇപ്രകാരം ഒരു വചനങ്ങൾ കേൾക്കുക: നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം, കാരണം പിശാച് അലറുന്ന സിംഹത്തെ പോലെയാണ്. വിശ്വാസത്തോടെ നിങ്ങൾ അവനെ എതിർത്ത് നിൽക്കുകയും ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് എന്താണ്? ഈശോ പറയുകയാണ്, മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സാധിക്കും. അപ്പോൾ ഒരു വശത്ത് പിശാച്, ഒരു വശത്ത് സ്വർഗരാജ്യം. ഈ രണ്ട് ദ്വന്ദ്ങ്ങൾ, അതിനിടയിലാണ് നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് പലരും ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഈ പിശാചിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുക? ഞാൻ മിക്ക ദിവസങ്ങളും മെട്രോ യാത്ര നടത്തുന്ന ആളാണ്. എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം വന്നാൽ ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത് ബസ്സിനോ അല്ല, മറ്റേ ബൈക്കിനോ അല്ല, മെട്രോയ്ക്കാണ്. കാരണം ബ്ലോക്ക് ഉണ്ടാവില്ല, കുറെ നാളായി. അപ്പം എന്തെങ്കിലും വ്യാജം കയ്യിലുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ എടപ്പള്ളിയിൽ നിന്നും ആലുവയ്ക്ക് കയറി പോകും. മെട്രോ സ്റ്റേഷൻ, എടപ്പള്ളി സ്റ്റേഷനിൽ ആലുവയ്ക്ക് കയറി. എൻ്റെ ബാഗ് ഞാൻ വെച്ചു. സ്കാൻ ചെയ്യുമെന്ന് നമുക്കറിയാം. ആ സ്കാനിങ് മെഷീനിലൂടെ ബാഗ് പോയി. ഞാൻ ബാഗ് എടുത്തപ്പോൾ പെട്ടെന്ന് പോലീസുകാരുടെ ഇടയിൽ അതേ പറഞ്ഞു, ബാഗ് പരിശോധിക്കണം. ഇതുവരെ അങ്ങനെ സംഭവം എനിക്ക് പെട്ടെന്ന് മനസ്സിലായ സംഭവം. ഞങ്ങളായോടെ എൻ്റെ മനസ്സ് ചന്നിക്കാൻ തുടങ്ങിയതാണോ? അത് പെട്ടെന്ന് ബാഗ് തുറന്ന് നോക്കി. അതായത് ഈ ആൽക്കഹോൾ കടത്തുമ്പോൾ ഈ മെഷീൻ എന്തൊക്കെയോ പ്രവർത്തിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആയുർവേദ കടയിൽ പോയതാണ്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ അദ്ദേഹം കുറച്ച് ആയുർവേദ മെഡിസിൻസ്, കുറച്ച് കഷായങ്ങളും കുറച്ച് എന്താണ് ഈ സംഭവങ്ങൾ എനിക്ക് തരികയുണ്ട്. അപ്പോൾ അത് ഈ ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നു കഷായമായിരിക്കില്ല, അതിൻ്റെ കൂടെ വേറൊരു സാധനം കൊടുക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അരിഷ്ടമായിരിക്കണം. അപ്പൊ നമ്മുടെ മെട്രോ സിസ്റ്റം സജ്ജമാണെന്നുള്ള എനിക്കറിയാം. എനിക്ക് മനസ്സിലായില്ല. എനിക്കും കുറച്ചും കൂടി ബെറ്ററാവും. കാരണം ഇതുവരെയായിട്ട് ഞാൻ പോയിട്ട് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സംഭവം കറക്റ്റാണ്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് സംഭവം. ജാഗ്രത ഈ വചനമായിട്ട് ബന്ധമുണ്ട്. പെട്ടെന്ന് ആത്മീയമായ ഒരു അർത്ഥമാണ് പിന്നീട് എനിക്ക് പറ്റി ചിന്തിച്ചു. ഞാൻ ഇവിടെ ചിന്തിച്ചു, ഇതിൽ നിന്ന് എന്താണ് ദൈവം സംസാരിക്കുന്നത്? അതിനെപ്പറ്റി ചിന്തിക്കുക. ഒരു പിശാച് ഇതുപോലെയാണ്, ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടോ എന്നാണ് അവൻ ശ്രദ്ധിക്കുന്നത്. ദൈവകൽപ്പനകൾ ലംഘിച്ചാൽ പിശാചിന് നമ്മളിൽ സ്വാധീനം ഉറപ്പിക്കാനായിട്ട്. ഇപ്പോൾ അവൻ എൻ്റെ അടുത്ത് പോകുന്നു, പോലീസുകാരൻ്റെ അടുത്ത് പോകുന്നു, അവനെന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവന് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അതേസമയം ഞാൻ മദ്യമായിരുന്നു കടത്തിയതെങ്കിൽ അവന് എന്നിൽ സ്വാധീനമായി, അവന് എന്നെ പണിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ പോലീസ് ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ കഥകളാണോ സാധിക്കാം. ഇതുപോലെ ദൈവകൽപ്പനകളെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇതുപോലെ തടവിലാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തടവിലാക്കപ്പെട്ടില്ലല്ലോ, പിശാച് നമ്മൾ തടവിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുക. തടവിലാക്കപ്പെടുക എന്നതുകൊണ്ട് എല്ലാം ഉദ്ദേശിക്കുക, നമുക്ക് എന്താ പറയുക, നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദാവീദ് രാജാവ് ദൈവമായിട്ട് നല്ല ഊഷ്മളമായ ഒരു ബന്ധം അനുഭവിച്ചൊരു മനുഷ്യനാണ്.
ദൈവവുമായ ഊഷ്മളമായ ബന്ധത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. ഈ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്നത്. പ്രത്യേകിച്ച് പൈശാചികമായിട്ട് ഒട്ടേറെ കാര്യങ്ങളിൽ ലോകം നടക്കുമ്പോൾ മനുഷ്യ ഹൃദയങ്ങൾ പലതും പിശാച് കൈയടക്കി ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ ഇരുളിൽ ജീവിക്കുമ്പോൾ ഈ ദൈവവുമായ ഊഷ്മള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. ദാവീദ് രാജാവിനെ പറ്റി ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ദൈവവുമായി ഭയങ്കരമായ ബന്ധമുണ്ടായിരുന്നു, ഊഷ്മളമായ ബന്ധം. അതിനെപ്പറ്റി 2 സാമുവേൽ 5 ഇപ്രകാരം പറയുകയാണ്. അതായത് ദാവീദിന്റെ ബന്ധത്തെ പറ്റി ആണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കാൻ നമുക്ക്. ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അവർ അഭിഷേകം ചെയ്തു എന്ന് ഫിലിസ്തീൻകാർ കേട്ടു. അപ്പോൾ ഫിലിസ്തീൻകാരെല്ലാം ദാവീദിനെ തേടി പുറപ്പെട്ടു. അത് കേട്ട് ദാവീദ് കോട്ടയിലേക്ക് പ്രവേശിച്ചു. ഒളിച്ചിരിക്കണം, പേടിച്ച്. ഫിലിസ്തീൻകാർ ചെന്ന് റഫായിം താഴ്വരയിൽ പറഞ്ഞു, ദാവീദ് കർത്താവിന്റെ ഇപ്രകാരം ആരാണ്. ബന്ധമാണ്. ഫിലിസ്തീൻകാർക്കെതിരെ ഞാൻ പോകണമോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമോ? നീ പോയിക്കൊള്ളൂ, ഫിലിസ്തീൻകാരെ തീർച്ചയായിട്ടും ഞാൻ നിന്റെ കയ്യിൽ പൂർണ്ണമായി ഏൽപ്പിക്കും. കർത്താവ് ദാവീദിനെ ചെയ്തു. ദാവീദ് ബൽപരേസിൽ ചെന്നു. അവിടെ അവരെ ദാവീദ് ആക്രമിച്ചു. കർത്താവിന്റെ ശത്രുക്കളെ എന്റെ മുന്നിൽ വെള്ളപ്പാച്ചിൽ പോലെ ചിതറിച്ചു എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപരീസ് എന്ന് പേരുണ്ടായി. ഫിലിസ്തീൻകാർ തങ്ങളുടെ വിഗ്രഹങ്ങൾ പ്രവേശിച്ചു. ദാവീദും ആളുകൾ പ്രവാഹിച്ചു കൊണ്ടു. ഫിലിസ്തീൻകാർ കടന്നു കയറുന്നത് ആവർത്തിച്ചു. അവർ റഫായിം താഴ്വരയിൽ പറഞ്ഞു. ദാവീദ് കർത്താവോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുൾ ചെയ്തു, നീ നേരെ പോകാതെ അവരുടെ പിൻഭാഗത്തേക്ക് ഉടഞ്ഞ് ബൾസാ വൃക്ഷങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവർക്കെതിരെ ചെയ്യുക. ബൾസാ വൃക്ഷ തലപ്പുകളിൽ അണി നീക്കം നീ കേൾക്കുമ്പോൾ കർത്താവ് ഫിലിസ്തീൻ പാളയത്തിൽ ആക്രമിക്കാൻ നിനക്ക് മുമ്പേ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ ഉറപ്പിച്ചു കൊടുക്കുക. കർത്താവ് എങ്ങനെ തന്നോട് കൽപ്പിച്ചു അപ്രകാരം ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേസറിലുള്ള തിരിവ് വരെ ഫിലിസ്തീൻകാരെ അവർ ആക്രമിച്ചു. ഞാൻ പറയുന്നത് എന്താണ്? ദൈവമായ ഒരു വ്യക്തികളുമായി ബന്ധത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ബന്ധം അനുഭവിക്കാനായിട്ട് മനുഷ്യന് സാധിക്കും. ഈ ബന്ധം നമുക്കില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പെട്ടെന്ന് നിരാശയിലേക്ക് പോകും. പെട്ടെന്ന് പിശാചിന്റെ തടവിൽ നമ്മൾ ചെല്ലപ്പെടും. നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് സമാധാനത്തോടെ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കെപ്പോഴും പേടിയായിരിക്കും, ഉത്കണ്ഠയായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തലം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ്. ദാവീദ് ബന്ധം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ദാവീദിനെ പിശാച് തടവിലിട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഊറിയായുടെ ഭാര്യ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗം ഉണ്ടാവുകയും പാപത്തിലേക്ക് പോവുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. ഈ തടവിലാക്കപ്പെടുന്ന ദാവീദ് പിന്നീട് പാവങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. പിന്നീട് ഊറിയെ കൊല്ലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവമായുള്ള ബന്ധം അറ്റുപോയി. പിന്നെ അവൻ പിശാചിന്റെ കയ്യിൽ ഉപകരണമായിട്ട് മാറണമല്ലോ. അവൻ തടവിലാക്കപ്പെടുകയാണ്. അപ്പൊ സുഖങ്ങൾ ആയിട്ട് ഈ പാപത്തിന്റെ ജടിക സുഖങ്ങളിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരത്തെ അവന് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അവനങ്ങനെ മുന്നോട്ട് പോകും. പിന്നീട് നാദാൻ പ്രവാചകൻ വേണ്ടി വന്നു ദാവീദിന് ദൈവത്തിന്റെ സ്വരത്തെ കേൾക്കാനായിട്ട്. അപ്പോഴും അദ്ദേഹം അനുഗമിക്കാനായിട്ട് തയ്യാറായപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരിക. ആ ദൈവമായിട്ടുള്ള കൃത്യമായ ബന്ധം അദ്ദേഹം അനുഭവിച്ചിരുന്നത് കൊണ്ട് അതിന്റെ സന്തോഷം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ വേദന. അദ്ദേഹം പറയും, ദൈവമേ അങ്ങനെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്, ദൈവമേ എന്നിലേക്ക് വീണ്ടും വരണമേ. കണ്ടോ, ഈ കൃത്യമായൊരു ബന്ധം ആണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നീ എന്റെ കൽപ്പന അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു. ദൈവ കൽപ്പനകളെ ധിക്കരിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അവിടെയാണ് പിശാച് നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുക. അവിടെയാണ് പിശാച് നമ്മളിലേക്ക് കടന്നു വരാനായിട്ടുള്ള വാതിൽ നമ്മൾ തുറന്നിടുക.
പോയാൽ നമ്മൾ പിശാചിന്റെ തടവറയിലായിരിക്കും. നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ നമ്മൾ നേടുകയാണ്, പക്ഷെ നമ്മൾ നശിപ്പിക്കുകയാണ്. നമ്മൾ വളരുകയാണ്, പക്ഷെ നമ്മൾ തളരുകയാണ്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്, നമ്മൾ ചിന്തിക്കും, പക്ഷെ നമ്മൾ പിന്നോട്ട് പോവുകയാണ്. ഇതാണ് സത്യം. കാരണം നമ്മൾ നയിക്കുന്നത് ദൈവമല്ല, പിശാചാണ്. അതുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ നിങ്ങളെ നോക്കിയിരിക്കുന്ന പിശാചിനെ വേണ്ടി നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ എന്ന് ഇന്നത്തെ ലേഖനം നമ്മളോട് പറയുമ്പോൾ ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയും ദൈവവുമായുള്ള ഊഷ്മള ബന്ധത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അതിന് വിഘാതമായിട്ട് വരുന്നതിനെല്ലാം നമ്മൾ മാറ്റിക്കളയണം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. പ്രാർത്ഥന എത്തിക്കുമ്പോൾ പോലും മനസ്സെവിടെയാണ്? നമ്മൾ ഓരോരുത്തർ ആത്മശോധന ചെയ്യണം. ഒരു 10 മിനിറ്റ് സമയം കോൺസെൻട്രേഷനോടുകൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ജീവിതം കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ സമയം എന്തുമാത്രം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ജോലി മേഖലയായിപ്പോൾ എന്തുമാത്രം സിൻസിയറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. എപ്പോഴും പ്രാർത്ഥിക്കണം എന്നല്ല ദൈവം പറയുന്നത്. ഞാൻ എവിടെയായിരുന്നാലും ദൈവവുമായുള്ള ഊഷ്മളമായ ബന്ധത്തിൽ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. പ്രിയമുള്ളവരെ, അതാണ് ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബന്ധത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത് ഉണർവുള്ളതാവില്ല, അത് സന്തോഷമുള്ളതാവില്ല. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു വൈറസായിട്ട്, ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുടെ ഒരു നിമിഷം നമ്മൾ ദൈവമേ പിശാചിന്റെ സിംഹത്തെ പോലെയാണെന്നാണ് ദൈവം പറയുക. ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, പക്ഷെ ഞങ്ങൾ പിശാചിനെ പേടിക്കേണ്ടതല്ല. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകൾ ഹൃദയത്തിലുള്ളവരാണ് ഞങ്ങൾ. ആ കൽപ്പനകളുടെ വഴികളിലൂടെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ശരീരമുണ്ട്. കാരണം അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിശാച് ഞങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സുവിശേഷം പറഞ്ഞതുപോലെ മാനസാന്തരങ്ങൾ സ്വർഗ്ഗരാജ്യം സമീപിക്കുന്നു. ഈ മനസാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാം. അപ്രകാരം ഞങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം വീണ്ടും ഞങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അമ്മമായ ഊഷ്മളമായ ബന്ധത്തിൽ അങ്ങയെ അനുഭവിച്ച് അങ്ങയെ ആസ്വദിച്ച് ഓരോ ദിവസവും ജീവിക്കാനുള്ള ജ്ഞാനം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര